വാടക വീട് എടുക്കാനും കച്ചവടം തുടങ്ങാനും ഒക്കെ വേണ്ട മുതലായല്ലോ അപ്പോ. എന്നാലും നിനക്ക് ഇത്രയേറെ അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇവരെയൊക്കെ വലിയ പണ്ഡിതന്മാരെയാണ് വീട്ടിൽ മകനെ പഠിപ്പിക്കാൻ അദ്ദേഹം നിയമിച്ചത്. അതെ അതെ, പക്ഷെ ഒന്നും പഠിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കും. ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവര് പാഠങ്ങൾ എടുത്തു. മറഞ്ഞു നിന്ന് ഞാൻ എല്ലാം കേട്ട് പഠിച്ചു. ദിനാർ തരാം. ഇവളെ വിൽക്കുന്നോ? അടിമക്കച്ചവടം എന്റെ തൊഴിലല്ല. നിനക്ക് വില പറയുന്ന ഒരാള്. സുൽത്താന് കൂടി കടം കൊടുക്കുന്ന ഒരു മഹാധനികനുണ്ട്. 15,000 തരാം. കൂടുതൽ വലിയ കച്ചവടം തുടങ്ങാലോ. മാറി നിൽക്കണോ? 15,000. സുൽത്താനേക്കാൾ ധനികൻ. എന്നെ വിലയ്ക്ക് വാങ്ങാൻ സമ്പത്തുള്ള ഒരു ധനികനും ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. മാറോ. ഈ കൊമ്പനാലിയെ നിനക്കറിയില്ല പെണ്ണേ. ഇത് ചന്തയിൽ കൊണ്ടുപോയി 300 ദിനാറിന് വിൽക്കണം. 300. ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ നൂലിലാണ്. ആദ്യം 400 പറയാം. വില പെശകാതെ ഒരാളും ഇക്കാലത്ത് വാങ്ങില്ല. 300. കൂടുതൽ തന്നാലും വാങ്ങരുത്. ഗുണനിലവാരം അറിയുന്നവര് പിശകില്ല. അത് മതി. ആ, നിൽക്കൂ. കെയറോവിലേക്കും മറ്റും കമ്പളം അയക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർ വരും. മറുനാട്ടുകാർക്ക് വിൽക്കരുത്. അധിക വില പറഞ്ഞാലും വിൽക്കരുത്. അതെന്താ? മണ്ടം മൻസൂറേ, എന്തെങ്കിലും കാര്യമില്ലാതെ ദയ വെറും വാക്ക് പറയില്ലാന്നറിയില്ലേ? ദിമേഷ് പെട്ടൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ അപൂർവം. ഇത് എവിടെയാണ് നെയ്തത്? ഈ നാട്ടിൽ തന്നെ. ആ, വില പറഞ്ഞപ്പോ ആരും തർക്കിച്ചില്ല. അതിമോഹം നന്നല്ല. സാധനങ്ങളുടെ വില, ഒരാഴ്ചത്തെ അധ്വാനം, അർഹിക്കുന്ന ലാഭം. നിനക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടെ നിർത്തിയാൽ വ്യാപാരം വലുതാവുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. വേണ്ടി വരും. കമ്പളങ്ങൾക്ക് മാത്രമായി ഒരു പീടിക വെക്കാൻ കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ഒരു കൊച്ചു മുതലാളിയാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പറയണ്ട. പഴയ ദുശീലങ്ങളുടെ കാര്യമല്ലേ മനസ്സിൽ. ഇല്ല, ഇനി അബദ്ധങ്ങൾ പറ്റില്ല. എന്താ വില? ഒരാള് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്നാൽ അയാൾ വീട്ടിൽ വന്ന് കച്ചവടം നടത്തണം. ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനൊക്കെ ഒരു വിലയുണ്ട്. എന്താ വില? 500 ദിനാർ. 500 ദിനാർ. വരട്ടെ, ഞാൻ വിൽക്കുന്നില്ല. ഇത് എവിടുത്തെ ന്യായം? ഏയ്, നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? ഇത് എവിടുത്തെ ന്യായം? എന്ത് നിയമം? നോക്കൂ, ഇയാൾ 500 ദിനാർ പറഞ്ഞു, ഞാൻ കൊടുത്തു, മോഹവിലയാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു എനിക്ക് വിൽക്കുന്നില്ലെന്ന്. ഇത് എന്ത് ന്യായം? 500 വില പറഞ്ഞു. ആ, വില തന്നോ? ആ, കച്ചവടത്തിൽ വാക്ക് പറഞ്ഞ പതിവില്ല ഈ ചന്തയിൽ. മുതൽ നിങ്ങളുടേതാണ്.
അത്ഭുതം നമ്മുടെ കമ്പള കച്ചവടക്കാരൻ ഇവിടെ. നിങ്ങളെന്താ ഇവിടെ? എന്റെ ഒരു പഴയ പരിചയക്കാരൻ ഇവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞൊരു ഓർമ്മ. ശരി. നേരത്തെ കച്ചവടം കഴിഞ്ഞു. ഒരാൾ പതിവുകാരനല്ല, ചോദിച്ചപ്പോ ഒഴിവാക്കാൻ 500 പറഞ്ഞു. അയാൾ തന്നു. വേണ്ടിയിരുന്നില്ല. ഇതാണോ വീട്? നന്നായി. വല്ലാത്ത ക്ഷീണം, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കിട്ടിയ ഉപകാരായി. ആരാ പുറത്ത്? ചന്തയെ കണ്ട ഒരാൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു കയറിയതാ. വല്ലാത്ത വിശപ്പ്. എന്റെ ഭാര്യ കാലത്തെന്തോ പൊന്നു കെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിക്കുന്നോണ്ട് വിരോധമില്ലല്ലോ. അല്പം ആഹാരം വേണ്ട, എന്റെ ആഹാരകത്തുണ്ട്. എന്നാൽ ഇങ്ങോട്ട് എടുക്ക്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതല്ല എന്റെ മര്യാദ. അത് സാരമില്ല. എന്നാ ഞാൻ അകത്തോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എന്നാ ഇതെങ്കിലും കഴിക്കൂ. കാണാനില്ല. കാണില്ല. ദയാ, സത്യം, ദൈവഭയം എല്ലാം പോയി.
കാലം പഴച്ചില്ലേ മോനെ? നീ ഏതാ? ഞാൻ മൻസൂർ, കച്ചവടക്കാരൻ സയ്യിദ് അൻവറിന്റെ മകനാ. ആ, അങ്ങനെ വരട്ടെ. എനിക്ക് സംശയം തോന്നി. തന്ത ഉണ്ടാക്കിയതൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് നശിപ്പിച്ച വീരൻ. കേട്ടിട്ടുണ്ട്. എന്റെ ദയ, അവൾ ആരെ ദയ? എന്റെ വേലക്കാരി, ശരിക്ക് പറഞ്ഞ യജമാനത്തി. എന്നെ രക്ഷിക്കുന്നത് അവളെ കാണാനില്ല. ആ നശിച്ചവന് കമ്പളം വിറ്റപ്പോഴേ പിഴച്ചു. അവൾ അപ്പോഴേ പറഞ്ഞതാ. ആദ്യം ഞാനൊരു അന്വേഷണം നടത്തട്ടെ. നീ ചന്തയിൽ പോയി ഇനിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടോ? മുക്കുപണ്ടങ്ങളെ, വില കുറഞ്ഞ അത്തറ്, സുറുമ, ഉറുമാൽ, അടുക്കളക്കാരി പെണ്ണുങ്ങൾക്ക് കമ്പം തോന്നുന്നതൊക്കെ വാങ്ങിച്ചോ? അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിന്നെ ബോധം കെടുത്തിയവനെ? ആ, അടുക്കള പെണ്ണുങ്ങൾ വഴിക്ക് അന്വേഷിക്കണം. അവർക്കറിയാത്തതായിട്ട് ഒന്നുമില്ല. ഒട്ടകൻ രണ്ടും പോയല്ലോ ആമിനത്താത്ത. സുൽത്താൻ തന്നത് രണ്ടും ലക്ഷണം ഒത്തതായിരുന്നു. ഒട്ടകം പോയാ പോട്ടടാ കരുതേ. അതിനേക്കാളും വലിയ മുതലല്ലേ പോയത്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ വേഗം വാങ്ങിച്ചോണ്ട് വാ. വാ. എന്നെ അറിയാമോ പെണ്ണേ? എനിക്ക് 15,000 വില പറഞ്ഞവൻ. പേരറിയില്ല. ഞാനാണ് ആലി ഷാഹർ. നാട്ടുകാർ കൊമ്പനാലി എന്ന് വിളിക്കും. സാധാരണ ഞാൻ പെണ്ണുങ്ങളെ വെക്കുന്നത് ദൂരസ്ഥലങ്ങളിലേക്കാണ്. സുൽത്താന് കൂടി കമ്പം തോന്നിയ പെണ്ണല്ലേ നിന്നെ. നീ ഇവിടെ തന്നെ. ഇതും ഒരു കൊട്ടാരത്തിന് സമം നിൽക്കും അല്ലേ? അല്ലേ? എന്നാ പിടിക്ക്. ഇവിടെ 1 സ്ഥാനം നിനക്കായിരിക്കും. മറ്റുള്ളവർ നിന്റെ കൽപ്പനയ്ക്ക് കാത്തു നിൽക്കും. ചെറിയ തോതിൽ ഒരു റാണി തന്നെയെന്ന് കരുതിക്കോ. ഏയ്, കലയും ശാസ്ത്രമൊക്കെ കൊട്ടാരത്തിൽ പരീക്ഷിക്കും. പക്ഷേ സൗന്ദര്യം വിലയിരുത്താൻ ില്ല.
എന്താ ശബ്ദം കേട്ടെ? ഒന്നും പറ്റിയില്ലല്ലോ. എന്ത് പറ്റാൻ? കൊണ്ടുപോ, രണ്ടുപേരും അടിച്ച് അനുസരണം പഠിപ്പിക്കും. വീറുള്ള സുന്ദരിയെ തന്നെ വേണം ഇവിടെ വാഴിക്കാൻ. ഞാനും വരണേ. നല്ല രസമുണ്ട്. വേണ്ടവരൊക്കെ വാ. ഓടി വന്നാട്ടെ വന്നാട്ടെ. ഈ മാല കൊണ്ടല്ലേ കരിമണിമാരില്ല നിങ്ങളടുത്ത്? നല്ല ഒരു മോള്. അതിനൊന്നും വേണ്ടേ? വന്നു മുതൽ കരച്ചിലും പിഴിച്ചിലും തന്നെ. സുൽത്താൻ വില പറഞ്ഞ പെണ്ണാണത്രേ. പെണ്ണിന് വിവരല്ല. കളിയും ചിരിയായിട്ട് യജമാനോട് ലോഹ്യത്തിരുന്ന ഞങ്ങളുടെയൊക്കെ മേലാളത്തിയാവാം. അന്ന് യജമാനന് പ്രിയം തോന്നിയതിൽ അത്ഭുതമില്ല. പക്ഷെ അനുസരണയില്ല. യജമാന്റെ നിഴല് കണ്ട പുലിക്കുട്ടിയെ പോലെ കടിച്ചു കീറാൻ നോക്കും. മെരുങ്ങുന്ന മട്ടില്ല. അതിനെന്തെല്ലാം വഴികളുണ്ട്. ഫക്കീർ ബാബയെ വിളിച്ചൊന്ന് ഊതണം, വെള്ളം തളിക്കണം. പുലിക്കുട്ടികളെല്ലാം മുയൽക്കുട്ടികളായിട്ട് ചൂളിയിരിക്കും. എന്നാ നിങ്ങൾക്ക് 50 ദിനാർ സമ്മാനായി വാങ്ങിച്ചു തരാം. കാശിന് വേണ്ടി ആമിനെ ഫക്കീർ ബാബയെ വിളിക്കില്ല മക്കളെ. ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞ ഈ ലോകത്ത് ഒരു പുണ്യം കൂടിയായി. അതേ ഈ വയസ്സുകാലത്ത് എനിക്ക് നോട്ടമുള്ളൂ. ഞാനൊന്ന് മന്ത്രിച്ച് ഊതണോ? ഫക്കീർ ബാബ, ഫക്കീർ ബാബ, ഫക്കീർ ബാബ. ഫക്കീർ ബാബ. ഷഫ, സഫ, മൻസൂർ. ഷഫ, മൻസൂർ, മൻസൂർ. വിവരങ്ങളൊക്കെ പറഞ്ഞു. എവിടെ? ഷഫ, നാളെ അവൻ വരും എന്നെ രക്ഷിക്കാൻ. ഷഫ, ഈ ജനാലക്ക് നിൽക്കണം. നിലാവസ്തമിച്ചാൽ ഷഫ, താഴെ കുതിരയുമായി അവൻ വന്ന് നിൽക്കും. 2 വട്ടം ചൂളം വിളിക്കും. ജനാലയിലൂടെ കയറി കെട്ടി താഴേക്ക് ചാടണം. ഷഫ, നിലാവസ്തമിച്ചാൽ മൻസൂർ താഴെ. ഷഫ, ഇനി എന്റെ മന്ത്രം വലിച്ച പോലെ എല്ലാരോടും കളിച്ച് ചിരിച്ച് പെരുമാറണം.